ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. റെയിൽവേ ഗ്രൂപ്പ് ഡി 32,000 വേക്കൻസിയാണ് നിലവിൽ ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾക്കൊരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. വീഡിയോ മൊത്തമായി കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. RRB ഗ്രൂപ്പ് ഡി 3 സെഷനിലൂടെയാണ് നമുക്ക് പോകാനായിട്ടുള്ളത്. സ്റ്റേജ് 1 CBT എക്സാം ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 100 മാർക്കിന്റെ 1.5 മണിക്കൂർ സമയത്തിൽ ചെയ്തു തീർക്കേണ്ട എക്സാം ആണ് സ്റ്റേജ് 1. അതിനുശേഷമാണ് സ്റ്റേജ് 2 എന്ന് പറയുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്, PET. അതിനുശേഷം സ്റ്റേജ് 3 മെഡിക്കൽ എക്സാംസ്. ഈ 3 പ്രൊസീജിയറുകളിലൂടെ കടന്നു വരുന്ന ഒരു ഉദ്യോഗാർത്ഥിക്കാണ് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന ഈ ഒരു എക്സാം നമുക്ക് പാസ്സായി അതിൻ്റെ അകത്ത് ജോലി കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഈ CBT എക്സാമിന്റെ ടോപ്പിക്സുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണെന്നുള്ളതും അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളതുമാണ് പറയാനായിട്ട് പോകുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പുതിയൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ധാരണയില്ലായിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവസാനം ഇതെന്താണെന്നും അതേപോലെ ഇത് എങ്ങനെ പഠിച്ചാൽ ജോലിക്ക് കയറാം എന്നുള്ളതിനെ കുറിച്ചും പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാത്സ് നോക്കുകയാണെങ്കിൽ മാത്സിന് 25 മാർക്കാണ് നിലവിൽ വരുന്നത്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 30 മാർക്കും, ജനറൽ സയൻസ് 25 മാർക്ക്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 20. അങ്ങനെ ടോട്ടൽ 100 മാർക്സിലാണ് നമുക്ക് എക്സാം വരുന്നത്. അതേപോലെ ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത് 90 മിനിറ്റ്സ് ആണ്. അപ്പോൾ 90 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? 100 മാർക്കിലുള്ള ക്വസ്റ്റ്യന്റെ ആൻസറുകൾ ചെയ്തിരിക്കണം. ഇതിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ സോണിലും 70 മുകളിലേക്കുള്ള മാർക്ക് അല്ലെങ്കിൽ 65 to 70 വരുന്ന മാർക്കുകളിലേക്ക് എല്ലാ സോണുകളിലും വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നമുക്കൊരു 75 മുകളിലേക്കുള്ള മാർക്ക് കിട്ടുന്ന ഉദ്യോഗാർത്ഥിക്ക് നമുക്ക് ജോലിക്ക് കിട്ടും എന്നുള്ള സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് മാത്രമാണ് പറയുന്നുള്ളൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 1 ലക്ഷത്തോളം വേക്കൻസീസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും കുറഞ്ഞിന്ന് 32,000 വേക്കൻസി മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ ലെവല് കൂടുകയല്ലാതെ ഒരിക്കലും ഇത് കുറയത്തില്ല. അപ്പൊ നമുക്ക് എന്തായാലും 75 മാർക്കിന് മുകളിലേക്കുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ജോലി കിട്ടത്തുള്ളൂ. കാരണം പല ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ PSC തന്നെ വേണ്ടാന്ന് വെച്ച് ഗ്രൂപ്പ് ഡിയിലേക്ക് മാറുന്ന ഉദ്യോഗാർത്ഥിയുണ്ട്. അതേപോലെ തന്നെ എന്താണ് പെട്ടെന്നൊരു ജോലി കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി ഗ്രൂപ്പ് ഡിയിലേക്ക് പോകുന്നവരുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവരോടും കൂടിയിട്ടാണ് എനിക്ക് ഈ ഒരു കാര്യം പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കേന്ദ്ര സർക്കാർ ഉദ്യോഗത്തിലേക്ക് കയറാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഇവിടെ കേരള PSCയുടെ എൻട്രി ലെവൽ ആയിട്ടുള്ള പോസ്റ്റാണ് LGS എന്ന് പറയുന്നത്. അതേപോലത്തെ തന്നെ ഒരു പോസ്റ്റാണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ അത്യാവശ്യം എന്താണ് കഷ്ടപ്പാടുണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക്. എന്നിരുന്നാലും കേന്ദ്ര സർക്കാരിൽ പെട്ടെന്ന് ജോലി കിട്ടി വളരെയധികം പ്രൊമോഷൻ സാധ്യതകളുള്ള ഒത്തിരി പോസ്റ്റുകൾ ഇതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കൊള്ളാവുന്ന ഒരു എന്താ പറയുക പ്രൊമോഷൻ സാധ്യതയൊക്കെ ഉള്ള ഒരു ജോലി കൂടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ഡിനെ പറയാം. പക്ഷേ മക്കളെ, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, ഇന്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് അറിയില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങി തിരിക്കരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഞാനിങ്ങനെ പറയുമ്പോൾ താഴെ കമന്റ് ബോക്സിൽ ഒത്തിരി നെഗറ്റീവ് കമന്റ്സും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ എന്ത് എഴുതി കഴിഞ്ഞാലും ഞാൻ അതിന് ഉറപ്പായിട്ടും റിപ്ലൈ തന്നിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തുമിരിക്കും. കാരണം എല്ലാവരും പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിക്ക് ജോലി വാങ്ങിത്തരാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആണ്, നിങ്ങൾ എന്തായാലും ഇതിൻ്റെ അകത്ത് വേണ്ടിയിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി വീഡിയോസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് ഈ ഒരു എക്സാമിലേക്ക് ഇറങ്ങിത്തിരിക്കാം. അല്ലാത്തവരാണെങ്കിൽ ഇതിലേക്ക് ഇറങ്ങരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, 4 സബ്ജക്റ്റ് ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് എക്സാമിന് CBT എക്സാമിന് പഠിക്കാനുള്ളത്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ വരുന്നത് മാത്തമാറ്റിക്സ് ആണ്, 25 മാർക്ക്. ഇനി ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങോ 30 മാർക്കാണ് വരുന്നത്. ജനറൽ സയൻസ് 25, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 20 മാർക്ക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്ത് കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനവും ഏത് തന്നെയാ, മാത്തമാറ്റിക്സ് ആൻഡ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ആണ്. 55 മാർക്കിൽ 45 മാർക്ക് എങ്കിലും വാങ്ങാൻ പറ്റിയെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഒരു കോമ്പറ്റീഷൻ ലെവല് നമുക്ക് വിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം അത്രത്തോളം കോമ്പറ്റീഷൻ ആണ് വരുന്നത്. 1 ലക്ഷത്തിൽ നിന്നും 32,000ത്തിലേക്ക് കുറഞ്ഞ ഈ ഒരു വേക്കൻസി ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കോമ്പറ്റീഷൻ എന്താവും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉൾപ്പെടെ ഉണ്ട്, മെഡിക്കൽ എക്സാംസ് ഉണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്.
3 സ്റ്റേജാണ് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇവിടെ നമുക്കൊരു 45 മാർക്ക്, നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിലവിൽ നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. അതിൻ്റെ ഈ പറയുന്ന ലെവലിലേക്ക് ഒരു 40 മാർക്കിന് മുകളിലേക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി റീസണിൽ വാങ്ങാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ആദ്യം തന്നെ ചെക്ക് ചെയ്യുക. അതിനുശേഷം ജനറൽ സയൻസ് ആണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. നമ്മുടെ ഈ പറയുന്ന നമ്മുടെ എന്താണ് ഈ കേരള PSCയുടെ അകത്ത് വരുന്ന ചോദ്യങ്ങളല്ല ഇതിൻ്റെ അകത്ത് വരുന്നത്. കുറച്ചുകൂടിയും എന്താണ് ഒരു വേറെ ലെവൽ ചോദ്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. എന്നിരുന്നാലും വലിയ കുഴപ്പമില്ലാത്ത ലെവലിൽ ഒരു ഡിഗ്രി ലെവലൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഇവിടെ നമുക്ക് കുഴപ്പമില്ലാത്തൊരു മാർക്ക്, ഒരു 15 മാർക്കിന് മുകളിലേക്ക് അവിടെ സ്കോർ ചെയ്യണം. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. ഇതിൻ്റെ അകത്തും അത്യാവശ്യം നല്ല ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഞാനിതെല്ലാം കൂടി കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ അനലൈസ് ചെയ്ത് തരണമെന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ വീഡിയോൻ്റെ ലെങ്ത് ഒത്തിരി കൂടും. അപ്പോൾ എന്താണ് കാര്യം എന്നുള്ളത് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ് ഇതിൻ്റെ അന്ന് നമുക്കൊരു 15 മാർക്ക് വാങ്ങേണ്ടി വരും. ഓക്കെ, അങ്ങനെ പോയെങ്കിൽ മാത്രമാണ് നമുക്ക് കൊള്ളാവുന്ന ഒരു മാർക്കിലേക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമാണ് നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പറയുന്ന PET ടെസ്റ്റ് ആണ്. ഈ ഒരു കാര്യത്തെക്കുറിച്ചും നിങ്ങൾ എല്ലാവരും തന്നെ ബോധവാന്മാരായിരിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൽ കാൻഡിഡേറ്റിനും ഫീമെയിൽ കാൻഡിഡേറ്റിനും എന്തുണ്ട്, ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഈ പറയുന്ന CBT ടെസ്റ്റ് നിങ്ങൾ മാത്സിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങിത്തിരിക്കാം. അതിനുശേഷം ജനറൽ സയൻസ്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ പ്രീവിയസും അതേപോലെ തന്നെ മോഡൽസും കാര്യങ്ങളൊക്കെ ആയിട്ടും എന്ത് ചെയ്യുക, പഠിച്ച് ഇവിടെ ഒന്ന് സെറ്റ് ആക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ രാവിലെ ഒക്കെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഏർലി മോർണിംഗ് എന്ത് ചെയ്യുക, ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനുള്ള പരിപാടികളും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. കാരണം ജോലി വേണമെന്നുണ്ടെങ്കിൽ ആദ്യം മുതലേ നമുക്ക് ഇതിന്റെ ഒരു പ്ലാനിങ്ങും വേണം, അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും നടക്കണം. അപ്പോൾ 35 കിലോ എടുത്തുകൊണ്ട് 100 മീറ്റർ 2 മിനിറ്റ് ആണ് ആരുടെ, മെയിൽ കാൻഡിഡേറ്റിന്റെ. ഇവിടെ ആണെങ്കിൽ 20 കിലോ ഉള്ള വെയിറ്റ് എടുത്തുകൊണ്ട് 100 മീറ്റർ 2 മിനിറ്റ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഫീമെയിൽ കാൻഡിഡേറ്റിന്റെ. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അതേപോലെ 1000 മീറ്റർ 4 മിനിറ്റ് 15 സെക്കൻഡ്, അല്ലെങ്കിൽ 1000 മീറ്റർ 5 മിനിറ്റ് 40 സെക്കൻഡ്. അപ്പോൾ മെയിൽ കാൻഡിഡേറ്റിനെ അപേക്ഷിച്ച് ഫീമെയിൽ കാൻഡിഡേറ്റിന് കുറച്ചുകൂടിയും എന്തുണ്ട്, റിലാക്സേഷൻ തരുന്നുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഓരോ ദിവസവും കുറച്ച് നിങ്ങൾ ഇതിലേക്ക് വേണ്ടിയിട്ടൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ പറയുന്ന വെയിറ്റ് ഒക്കെ ഒന്ന് എടുത്ത് എന്താണ് നിലവിൽ പോകുന്ന കാര്യങ്ങൾ സംഭവങ്ങളൊന്നും തുടങ്ങിയില്ലെങ്കിൽ പോലും രാവിലെ കുറച്ച് നേരം എന്ത് ചെയ്യുക, ഒന്ന് മോർണിംഗ് വാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇപ്പോഴേ മുതൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാമിന്റെ ഏകദേശം ഒക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ, എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിലവിൽ ഈ പറയുന്ന എന്താണ് ഈ ഫുട്ബോള്, അതേപോലെ തന്നെ എന്താ വോളിബോൾ, അങ്ങനെയൊക്കെയുള്ള മെയിൽ കാൻഡിഡേറ്റ് ഒക്കെ ആണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും നോക്കേണ്ട കാര്യമില്ല. അല്ലാത്തവരാണെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന ചെറിയ ചെറിയ ഫിസിക്കൽ പ്രാക്ടീസുകൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ പല ഉദ്യോഗാർത്ഥികൾക്കും ഇത് എന്താണ് എന്ന് പോലും അറിയാതെ ഇപ്പൊ എനിക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ എന്താണ് ഈ ജോലി വളരെ സിമ്പിൾ ആണ്, അതേപോലെ വലിയ കോമ്പറ്റീഷൻ ലെവലൊന്നുമില്ല, 32,000 വേക്കൻസീസ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ പെട്ടെന്ന് അടിച്ചെടുക്കാം എന്നൊക്കെയുള്ള ലെവലിലാണ് എല്ലാവരും തയ്യാറെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വെറും നിസ്സാരമായിട്ട് കാണരുത്. നല്ല പോസ്റ്റാണ്, അതേപോലെ തന്നെ എന്താണ് പെട്ടെന്ന് ഈ പറയുന്ന പെട്ടെന്നൊരു ജോലിയിലേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റും, അതും കേന്ദ്ര സർക്കാരിൽ തന്നെ. പക്ഷെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ആണെങ്കിൽ മാത്രമാണ് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ. അല്ല, കാരണം എന്താണെന്ന് ചോദിച്ചാൽ പല ഉദ്യോഗാർത്ഥികളും ഈ പറയുന്ന ഇപ്പോൾ ആർട്സ് സബ്ജക്റ്റുകളൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ഒരു BSCയോ അല്ലെങ്കിൽ എന്താണ് മാത്സ് സബ്ജക്റ്റുകളിൽ വീക്ക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങിത്തിരിക്കും. എന്നിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പെർഫോമൻസിലേക്ക് എത്തത്തില്ല, അതും വലിയ ഭയങ്കരമായിട്ടുള്ള ഡെസ്പിലേക്ക് വീണ്ടും എത്തിത്തിരിക്കും. അപ്പൊ നിങ്ങൾ നിലവിലൊരു PSCക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവരുടെ ആ ഒരു ട്രാക്കും നിലവിലെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. അതേപോലെ തന്നെ ഇവിടുത്തെ കാര്യവും വളരെയധികം പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ 55 മാർക്കിൽ 45 നമ്മളിവിടെ സ്കോർ ചെയ്യേണ്ടത്. ജനറൽ സയൻസിനും ഏകദേശം ഒരു 15 മാർക്കിന് മുകളിലേക്ക്, അല്ലെങ്കിൽ ഒരു 20 മാർക്ക് പറ്റത്തില്ല ഉറപ്പായിട്ടും. അപ്പോൾ ഒരു 15 മാർക്ക് മുകളിലേക്ക് അവിടെ സ്കോർ ചെയ്യണം. 10 മാർക്കിന് മുകളിലേക്ക് ജനറൽ അവയർനെസ്സും സ്കോർ ചെയ്യാം. അപ്പൊ ഇങ്ങനെയൊക്കെ എങ്കിലും വന്നെങ്കിൽ മാത്രമാണ് നമുക്കൊരു 75 മാർക്ക് അല്ലെങ്കിൽ ഒരു 75 മാർക്കിന് മുകളിലേക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അത്രയെങ്കിലും മാർക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മൾ സേഫ് സോൺ എന്ന് പറയുന്ന, ഒരു സേഫ് സോൺ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം എന്താണ് വേക്കൻസീസ് വളരെ കുറവ് തന്നെയാണ് ഈ പ്രാവശ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു
സിമ്പിൾ എന്നുള്ള ഒരു ലെവലിലേക്ക് പലരും മാറിയിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ ആയിട്ട് കാണരുത് മക്കളെ, പഠിക്കാനായിട്ട് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നന്നായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, കിടിലമായി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി മറ്റൊരു കാര്യം, ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ അടുത്ത് ചോദിച്ച മറ്റൊരു കാര്യമുണ്ട്, സാറെ ഗ്രൂപ്പ് ഡിയുടെ എക്സാമിന്റെ ക്ലാസ് എന്താണ് തുടങ്ങാത്തത് എന്നുള്ളത്. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഗ്രൂപ്പ് ഡിയുടെ ഒരു വീഡിയോ ചെയ്തപ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ വെറുതെ നിങ്ങൾക്ക് ഒരു ഉപകാരപ്രദമില്ലാതെ ക്ലാസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും അതേപോലെ തന്നെ ഓരോ നോട്ട് തരുമ്പോഴും നിങ്ങൾക്ക് അടുത്തൊരു എക്സാമിൽ അത് വളരെയധികം ഉപകാരപ്പെടാനും നിങ്ങൾക്ക് ആ ഒരു എക്സാമിൽ നല്ല മാർക്ക് സ്കോർ ചെയ്ത് നിങ്ങളുടെ ഏറ്റവും വലിയ ജോലി എന്നുള്ള ഒരു സ്വപ്നം അത് സാക്ഷാത്കരിക്കാൻ പറ്റാൻ വേണ്ടിയിട്ടും തന്നെയാണ് ഓരോ ക്ലാസ്സും നോട്ടും എല്ലാം പ്രിപ്പയർ ചെയ്ത് തരുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമ്മൾ ക്ലാസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് 55 മാർക്ക് വരുന്ന മാത്സ് ആൻഡ് മെന്റലബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ലൈവ് സെഷൻ തന്നെ ചെയ്തെങ്കിൽ മാത്രമാണ് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉള്ളൂ. കാരണം നിങ്ങളൊരു പ്രോബ്ലം എൻ്റെ കൂടെ തന്നെ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ഒത്തിരി ഡ്യൂറേഷൻ കൂടിപ്പോകും. അപ്പം നിങ്ങളത് പഠിച്ച് നിങ്ങൾക്ക് അതായത് നല്ല ഹൈ ലെവൽ മാത്സ് പെർഫോം ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയും ലോ ലെവലായിട്ടുള്ള ആൾക്കാർക്കും രണ്ടുപേർക്കും അതിൻ്റെ അകത്ത് സമയം അനുവദനീയമായ ഒരു സമയത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്തൂടെ നമ്മളത് ചെയ്തെങ്കിൽ മാത്രമാണ് ആ ഒരു ലൈവ് സെഷനിൽ കാര്യമുള്ളൂ. അപ്പോൾ ബേസ് ആയിട്ടുള്ളവർക്കും അതേപോലെ തന്നെ നല്ല ലെവലിലുള്ളവർക്കും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റണം, യൂസ്ഫുൾ ആവണം. അപ്പോൾ അതിന് ലൈവ് സെഷൻ മാത്രമാണ് മാത്സ് നമ്മൾ ചെയ്തുകൊണ്ട് കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സെഷൻ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം കൊണ്ട് തീരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ ആ ഒരു ബാച്ചിനെ പിന്നെ കൂടുതലായിട്ട് ആരും ഒന്നും പറഞ്ഞില്ല, വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അത് റെസ്പോണ്ട് ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ബാച്ച് ചെയ്യാതിരുന്നത്. അപ്പോൾ ലൈവ് സെഷനിൽ ഇപ്പൊ നമുക്ക് ഒത്തിരി ആപ്ലിക്കേഷനുകളിൽ ഉൾപ്പെടെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ അടുത്ത് നിങ്ങൾക്ക് നിലവിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ നിങ്ങൾക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ അപ്പാപ്പം തന്നെ മാത്സ് ക്ലിയർ ചെയ്ത് തന്നെ പഠിച്ചു പോകണം. കാരണം മാത്സ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. കാരണം മാത്സിൻ്റെ അകത്ത് ലൈവ് സെഷനിൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് അപ്പം തന്നെ ക്ലാരിഫൈ ചെയ്ത് പോയില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ ഒരു മാത്സ് നമുക്ക് പിന്നീട് എക്സാമിൻ്റെ സമയത്ത് വളരെയധികം കൺഫ്യൂസിങ് ആവും. അപ്പോൾ എന്താണ് എന്നുള്ളത് അത് മാക്സിമം എന്ത് ചെയ്യുക, ഈ പറയുന്ന PYQ ചെയ്ത് സ്പീഡപ്പ് ആക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മാത്സ് കൈകാര്യം ചെയ്ത് സെറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക. ജനറൽ സയൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് നോക്കുക. മാക്സിമം വർക്കൗട്ട് ചെയ്ത് തന്നെ സ്പീഡപ്പ് ആക്കുക. ജനറൽ സയൻസ് മാക്സിമം എന്ത് ചെയ്യുക, കഴിഞ്ഞ വർഷത്തെയും അതിൻ്റെ ബാക്കിയുള്ള 3 ഓപ്ഷനുകൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ് അത് അത്യാവശ്യം ഈ പറയുന്ന പോലെ തന്നെ ഏതെങ്കിലും നമ്മുടെ മാഗസീൻസുകൾ നോക്കി പഠിച്ചാലും മതി. മന്ത്ലി വരുന്നത് RRB SSCക്കൊക്കെ വേണ്ടിയിട്ടാണ് പല പ്രസിദ്ധീകരണങ്ങളും നിലവിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി പഠിച്ചാലും മതി. അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇനി മുതൽ ചെയ്യാനായിട്ട് പോകുന്നത്, ഈ പറയുന്ന റെയിൽവേക്കും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്നുള്ളത്. അപ്പോൾ നിസ്സാരമായി കാണരുത്. ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് നല്ല കോമ്പറ്റീഷൻ ലെവലിലാണ് എക്സാം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് റേഞ്ച് കൂടുന്നതായിരിക്കും. അതേപോലെ തന്നെ വേക്കൻസി കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറവായതുകൊണ്ടാണ് കട്ട് ഓഫ് കൂടാനുള്ള ചാൻസ് കൂടുതൽ. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് മാത്സ്, മെന്റബിലിറ്റി, റീസണിങ് ആണ്. അതിൻ്റെ അകത്ത് 45 മാർക്കെങ്കിലും സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കുക. കൂടെ നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അതിന് വേണ്ടിയിട്ട് PETക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഇന്ന് മുതൽക്കേ തന്നെ, അതായത് സ്പോർട്സ് ആക്ടിവിറ്റീസിലൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇന്ന് മുതലേ അതിനുള്ള പ്രിപ്പറേഷൻസുകളും തുടങ്ങാനായിട്ട് ശ്രമിക്കുക. പിന്നെ മാത്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കരുത്. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് മാത്സിന് റെയിൽവേ എക്സാമുകൾക്ക് എല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് മാത്സ് അറിയില്ലാത്തവർ ഇതിലേക്ക് ഇറങ്ങാതിരിക്കുകയാണ്. ഒത്തിരി നെഗറ്റീവ് ഉണ്ടാവും എന്നറിയാം ഞാനിങ്ങനെ പറയുമ്പോൾ, പക്ഷേ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം മാത്സിന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു എക്സാമിന് നമുക്ക് മാത്സ് അറിയാല്ലാതെ ബാക്കി എവിടെയൊക്കെ എന്തൊക്കെ അറിയാമെന്ന് പറഞ്ഞാലും, ജനറൽ അവയർനെസ് അറിയാം, അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് അറിയാം, GK അറിയാം, എന്തൊക്കെ അറിയാമെന്ന് പറഞ്ഞാലും ഈ പറയുന്ന 55 മാർക്കിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എത്താനായിട്ട് പറ്റണമെങ്കിൽ ഇവിടെ ഈ ഒരു സബ്ജക്റ്റ് അറിഞ്ഞിരിക്കുക എന്ന് മാത്രമാണ് അതിൻ്റെ അകത്ത് പറയാനുള്ളൂ. ബാക്കി ഒന്നും അതിൻ്റെ അകത്ത് ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല. അപ്പോൾ മാത്സ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക, ഇൻവെർട്ടഡ് കോമയിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. ഇനി നിങ്ങൾ തന്നെ താഴെ കമൻറ്റ് ചെയ്യുക ഈ ഗ്രൂപ്പ് ഡിയുടെ. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് എന്ത് ചെയ്യാതിരുന്നത്, സ്റ്റാർട്ട് ചെയ്യാതിരുന്നത്. കാരണം ലൈവ് സെഷൻസ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് നമുക്കിപ്പോൾ നിലവിലില്ല, അതുകൊണ്ട് മാത്രം. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാണ് PSCയുടെ. അപ്പോൾ അത് അടുത്ത ദിവസങ്ങളിലേക്ക് ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യുക,
രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്. അരുൺ കൊമ്പനാടൻ. താങ്ക് യു.